ഉള്ള സ്ഥലം ബാങ്ക് വെച്ചിട്ട് സാറേ കഴിഞ്ഞൊരു ലോൺ എടുത്ത് ഒരു മാസത്തിൻ്റെ കാര്യം ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം നടക്കല്ലേ. ഒന്നുമില്ല. ശരി എന്നാ. ശരി. ഒന്നുമില്ല. എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. ഏയ് എന്നോട് കള്ളം പറയണ്ട. ജിജിയായിട്ട് വഴക്കിട്ടോ? ഒന്നുമില്ല. നമ്മുടെ കാര്യം അറിഞ്ഞോ ആരെങ്കിലും? ഇല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ കാശിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാനും ജോബിഷും കൂടി ഒരു പ്ലാൻ ഇട്ടായിരുന്നു. എൻ്റെ ചേട്ടനൊരു 3-4 കൊല്ലം കൂടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് സ്വർണം കൊണ്ടുവരാനുള്ളൊരു പരിപാടി. എയർപോർട്ടിൽ നിന്ന് കടന്നു പോന്നു. പക്ഷെ വഴി വെച്ച് സ്ക്വാഡ് പൊക്കി. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? ഞാൻ ഇസ്രായേലിൽ പോകാൻ കുറച്ച് പൈസ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്. 4-5 ലക്ഷം രൂപ വേണം ചേട്ടനെ ഇപ്പം ഇറക്കാൻ. വ്യക്തമായിട്ട് പറ, 4 ആണോ 5 ആണോ? 4 ലക്ഷം രൂപ എൻ്റെ ഫൈൻ. പിന്നെ ഈ കിമ്പിളും എല്ലാം കൂടെ 1 രൂപ വരുമായിരിക്കും. ഇത്രയും പൈസ ഞാൻ എവിടെ പോയി ഉണ്ടാക്കുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ. തൽക്കാലം ബെല്ല് ഇതൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. ചെല്ല്. ഇപ്പൊ പ്രശ്നമല്ലേ, സോൾവ് ആയില്ലേ? പക്ഷേ ഈ പൈസ ഞാൻ സാലറി അഡ്വാൻസ് ആയിട്ട് കൂട്ടിക്കോ. ബാക്കി പറ്റുന്ന പോലെ തിരിച്ചു തന്നാൽ മതി. സലണ എന്തേ കാണിക്കണേ? സോറി, സന്തോഷം വന്നിട്ട്. സന്തോഷമൊക്കെ പിന്നെ. ഈ കിടപ്പ് ഭയങ്കര കമ്പിയ ആണോ? എന്നാ ഇത് അധികകാലം ഉണ്ടാവും തോന്നില്ല. അമേരിക്കയിലുള്ള അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ വന്നോട്ടെ, വന്നിട്ട് അവരങ്ങ് പൊക്കോട്ടെ. അവരങ്ങനെ വെറുതെ വരുന്നൊന്നുമല്ല. ഇവിടെ വന്ന് ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്ന. എങ്ങനെ? എന്തോ വിൽപ്പത്രമൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു കഴിഞ്ഞാലല്ലേ ഈ വിൽപ്പത്രത്തിലൊക്കെ കാര്യമുള്ളൂ. അതിനുമുമ്പ് അവരോട് വന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് കേസ് കൊടുത്താലോ? അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? ഈ അച്ഛൻ്റെ ഭാര്യയില്ലേ? അല്ല, അച്ഛൻ്റെ ഭാര്യ എന്നുള്ള കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. സോറി. നീ എന്തിനാ അയാളെ കെട്ടാൻ പോയത്? ആ കല്യാണത്തിൻ്റെ ആലോചന വന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത്, അയാൾ പ്രായമുള്ള ആളല്ലേ, എന്നെ പൊന്നുപോലെ നോക്കുന്നൊക്കെ. അയാളെന്നെ നോക്കി പൊന്നുപോലെ അടിച്ച് പരത്തി അയാളുടെ ഇഷ്ടത്തിനുണ്ടാക്കാൻ. അയാളങ്ങനെ നോക്കി നോക്കി വേദനയും സുഖമൊന്നും അറിയാത്തൊരവസ്ഥയിലായി. നീ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മാറ്റം തന്നെ തോന്നിയത്.
ഇനിയിപ്പോൾ എന്തായാലും നിനക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. ഞാനില്ലേ ഇപ്പൊ കൂടെ. എൻ്റെ പിമ്പായിട്ടായിരിക്കും. അതെന്നെ വർത്താനോ അതെന്നെ പറയുന്നേ? പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ബെൽ? അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് കളഞ്ഞാൽ ചെയ്തിട്ട് എന്നാ കാര്യം? നമ്മുടെ ജീവിതം കളയാതെ അയാളെ കൊല്ലാൻ പറ്റുമോ? അതിൽ കാര്യമില്ലേ? നീ എന്നെ പറയുന്നേ? മേഴ്സി കില്ലിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. ഒരുമിച്ച് ജീവിക്കാന്ന് വല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞതെങ്കിൽ അതിനിതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ചേച്ചാ ഞാൻ സിറപ്പെടുത്തോണ്ട് വരാം. കുടിക്ക്. അച്ഛാ 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 എണീക്ക്. ഗുഡ് മോർണിംഗ്. ഒന്നുമില്ല ഒന്നുമില്ല അച്ഛാ. ഹലോ ചേ നോക്കി അച്ഛാ നമുക്ക് റെഡി ആയാലോ?
ഞാൻ പോയി ബ്രഷ് എടുത്തുകൊണ്ട് വരട്ടെ? പൊക്കാണ് ചായ. എന്നാ പറ്റിയ ചായ? ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല ചായ. ചായ ചായ ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. സത്യം. ചായ പോട്ടെ ചായ, വിട്ടേക്ക ചായ. ചായ ഇനിയും ഉണ്ടാവില്ല. സത്യം ഇതല്ലല്ലേ പറയുന്നത്? ഇനിയും ഉണ്ടാവില്ല. പോട്ടെ ചായ, വിട്ടേക്ക, നീ വിട്ടേക്ക്. ഓക്കെ അല്ലേ ചായ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് കുളിച്ചാലോ? കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം. എന്താ വരുന്നേ? ഹായ്. എന്നെ ഒരു പ്രസന്നതയാ. അച്ഛനെ കാണാൻ വന്ന. വരൂ. ചേച്ചി ഒരു ചായ. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് അച്ഛനെ കാണാം അല്ലേ? ബാ ഇരിക്കി. ഇതാണ് ബെൽത്താസ്. ഇത് അഡ്വക്കേറ്റ് റോണി, നമ്മുടെ ലീഗൽ മാറ്റേഴ്സ് എല്ലാം നോക്കുന്ന പുള്ളിയാ. അച്ഛൻ നല്ല ഹാപ്പി ആണല്ലോ. നോക്കാൻ ഫുൾ ടൈം ആളല്ലേ, പിന്നെ എന്നാ പേടിക്കാനാ? ചുമ്മാ കിടന്നു കൊടുത്താ പോരെ? എന്താ ചേ മനസ്സിലായി? ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ? അച്ഛൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു അല്ലേ അച്ചായ? അത് അച്ചായൻ പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം സെലനിക്ക് കിട്ടും. ഏതായാലും അച്ചായൻ നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി പതിയെ താമസിക്കാണ്ട് 6 മണി പോലെ എണീറ്റ് നടക്കും. നടക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ? ഇടയ്ക്കിടയ്ക്ക് വരാം. എന്നാ ശരി. നിന്റെ വീട് എവിടാ? ഇവിടെ അടുത്ത് തന്നെ സാറേ. അടുത്തോ എന്ന് പറഞ്ഞ? എളങ്ങാട് തന്നെ. ആ എളങ്ങാട്. സെലീന, ഒരു കാര്യം പറഞ്ഞേ. അതെ, അമേരിക്കയിലെ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മാഡം ഒരു രീതിയിലും വിഷമിക്കണ്ട. ജോണച്ചായൻ അവിടെ കിടന്ന് എന്നാ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചാൽ കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ. മാഡം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടല്ലോ വക്കീലെ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അച്ചായൻ്റെ ബില്ലിൽ മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് 1-2 ക്ലോസ് ഉണ്ട്. അതൊന്നും മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം എന്താ? ഓ, അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? അതെ, നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്ക് 1-2 നല്ല വീടുകളുണ്ട്. മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങ. ഞാൻ വിളിക്കാം. ഓക്കെ, മതി.
എനിക്കൊരാളെ കൊല്ലാനൊന്നും പറ്റില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ? എത്ര നാളിങ്ങനെ സാധിക്കും? പിന്നെ ഒന്നുമില്ലാതെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങിയ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ ബെല്ല് റെഡിയാണോ? ഇനി അതും പോട്ടെ, എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതിനു വേണ്ടി അച്ചായനെ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ സത്യം പറഞ്ഞ ഈ ബെല്ലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നാളൊരു കാലത്ത് സ്വത്തിന് വേണ്ടി നീ എന്നെ കൊല്ലില്ലെന്ന് ഉറപ്പായല്ലോ. അപ്പൊ നമ്മുടെ പ്ലാൻ മാറ്റുമല്ലേ? അതൊക്കെ നിന്റെ ടെൻഷൻ കണ്ടപ്പോഴേ ഞാൻ ഉപേക്ഷിച്ചു. അല്ല, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതെ, എൻ്റെ നിവർത്തികേട് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് ബെല്ലിന് മനസ്സിലായില്ലേ? അച്ഛൻ്റെ വീട്ടുകാർ വന്ന് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറയൂ. ഞാൻ നാളെ വരാം.